ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നമുക്ക് പേജ് ലേഔട്ട് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. പേജ് ലേഔട്ട് എന്ന ഓപ്ഷൻ ആക്സസ് ചെയ്യുന്നതിന് പേജ് ലേഔട്ട് എന്ന ടാബിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തീംസ്, പേജ് സെറ്റപ്പ്, സ്കെയിൽ ടു ഫിറ്റ്, ഷീറ്റ് ഓപ്ഷൻസ്, അറേഞ്ച് എന്നീ സെക്ഷൻസ് കാണാവുന്നതാണ്. തീംസ് അപ്ലൈ ചെയ്യുക വഴി നമ്മുടെ ഡോക്യുമെന്റിന് ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു തീം അപ്ലൈ ആവുന്നതായിരിക്കും. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. മൗസ് പോയിന്റർ ഓരോ തീമിന് മുകളിൽ കൊണ്ടുവരുമ്പോഴും നമ്മുടെ വർക്ക് സ്പേസിൽ ശ്രദ്ധിക്കുക. വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാവുന്നതാണ്. ഒരു തീം അപ്ലൈ ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു തീമിന് മുകളിൽ കൊണ്ടുവന്ന് ഒരു തവണ ആ തീമിന്മേൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ 2 ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ തീംസിൽ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ ഓരോ തീമിന് മുകളിൽ കൊണ്ടുവരുമ്പോഴും ഫോണ്ട് താനെ മാറുന്നതായി കാണാം. ഇവിടെ ഓരോ തീമിനും ഒരു സെലക്ടഡ് ഫോണ്ട് അപ്ലൈഡ് ആയിരിക്കും. അതോടൊപ്പം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസ് ആയിരിക്കും ടെക്സ്റ്റിന് അപ്ലൈ ആവുക. നമുക്കിപ്പോൾ ഓപ്പുലന്റ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫോണ്ട് എല്ലാം തന്നെ ഓപ്പുലന്റ് എന്ന തീമിന് പ്രകാരമായിരിക്കും അപ്ലൈ ആവുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു കളർ കോമ്പിനേഷനും ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ടായും ടെക്സ്റ്റിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും കൂടുതലും വരിക. നമുക്കിപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് തീമിന് അപ്ലൈ ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഷേപ്പിന്റെ എഫക്ട്സ് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി പേജ് സെറ്റപ്പിനെ പരിചയപ്പെടാം. പേജ് സെറ്റപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇവിടെ ഒരു ഡോക്യുമെന്റ് ഇമ്പോർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റീസെന്റ് ഫയൽസിൽ നിന്നും എംപ്ലോയി ലിസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാനൊരു എംപ്ലോയി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേജ് ലേഔട്ടിന് മാർജിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർമൽ, വൈഡ്, നാരോ, കസ്റ്റം മാർജിൻസ് എന്നീ സെക്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മാർജിൻ ആണോ ആവശ്യം എന്നത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ടോപ്പ് 0.75, ബോട്ടം 0.75 inches, ലെഫ്റ്റ് 0.7 inches, right 0.7 inches, header 0.3 inches, footer 0.3 inches എന്നതാണ് നോർമൽ മാർജിൻ സൈസ്. ഇവിടെ നിന്നും വൈഡ് മാർജിൻ, നാരോ മാർജിൻ, കസ്റ്റം മാർജിൻസ് എന്നീ സെക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാർജിൻ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്നും വൈഡ് മാർജിൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എൻറ്റയർ ഡോക്യുമെന്റ് ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ അല്ല പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് പേജിൽ ഈ ഒരു പെർട്ടിക്കുലർ പേജ്, സെക്കൻഡ് പേജിൽ ഈ ഒരു സെക്ഷൻ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോർമൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഏരിയ ഫസ്റ്റ് പേജിൽ വരികയും ഇത്രയും ഏരിയ സെക്കൻഡ് പേജിലോട്ട് മാറിയിരിക്കുന്നതുമായി കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നാരോ എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എൻറ്റയർ ടെക്സ്റ്റ് ഒരൊറ്റ പേജിൽ വരുന്നതായി കാണാം. മാർജിൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഓറിയന്റേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡീഫോൾട്ടായ പോർട്രേറ്റ് അതുപോലെ മറ്റൊരു ഓപ്ഷനായ ലാൻഡ്സ്കേപ്പും കാണാവുന്നതാണ്. പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് വെർട്ടിക്കലിയാണ് എടുക്കേണ്ടതെങ്കിൽ പോർട്രേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ ആയി പ്രിന്റ് ഔട്ട് വേണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എൻറ്റയർ കണ്ടന്റ് ഒരൊറ്റ പേജിലായി പ്ലേസ്ഡ് ആയിരിക്കുന്നതായി കാണാം. അതോടൊപ്പം ഇത്രയും ഏരിയ പ്രിന്റിൽ നൽകുമ്പോൾ ഫ്രീ ആയി ഇരിക്കുന്നതായി കാണാം. ഇവിടെ സൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേപ്പറിന്റെ സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ടായി 8.5 inches into 11 inches അതായത് ലെറ്റർ സൈസിലായിരിക്കും പേജ് സെറ്റ് ആയിരിക്കുക. നമ്മൾ സാധാരണ പ്രിന്റിന് ഉപയോഗിക്കുന്നത് A4 എന്ന സൈസ് ആകയാൽ 8.27 inches into 11.69 inches ചൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇവിടെ നിന്ന് നമുക്ക് ഓറിയന്റേഷൻ പോർട്രേറ്റ് ആക്കാം.
ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മാത്രമായി പ്രിന്റിന് വേണമെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് റോ 13 വരെയാണ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതെങ്കിൽ 13 വരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന പ്രിന്റ് ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് പ്രിന്റ് ഏരിയ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രമായിരിക്കും പ്രിന്റ് ചെയ്യപ്പെടുക. നമ്മൾ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്താൽ പ്രിന്റ് ഏരിയ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിരിക്കുന്നതായി കാണാം. മറ്റ് ഏരിയാസ് നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ വരുന്നതല്ല. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ഏരിയ റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലിയർ പ്രിന്റ് ഏരിയ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അതല്ല കൂടുതൽ ഏരിയ പ്രിന്റിന് നൽകണമെങ്കിൽ ഇവിടെ ആഡ് ടു പ്രിന്റ് ഏരിയ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ സെലക്ട് ആയിരിക്കുന്ന സെക്ഷൻ മാത്രം പ്രിന്റിന് നൽകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് പ്രിന്റ് ഏരിയ കൂട്ടണമെങ്കിൽ ഇവിടെ ആദ്യം ഏത് ഏരിയ ആണ് നമുക്ക് പ്രിന്റിന് നൽകേണ്ടതെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ടു പ്രിന്റ് ഏരിയ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ പ്രിന്റ് ഏരിയ എക്സ്പാൻഡഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് ഏരിയ റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡീഫോൾട്ടായി ഈ ഒരു എൻറ്റയർ പേജ് ആയിരിക്കും പ്രിന്റ് ചെയ്യപ്പെടുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എവിടെയാണോ പെർട്ടിക്കുലർ സെലക്ഷൻ നടത്തിയിരിക്കുന്നത് ആ ഒരു ഏരിയ വരെ പ്രിന്റ് ആവുന്നതായിരിക്കും. ഇവിടെ പേജ് ബ്രേക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു പേജിനെ രണ്ടായി ബ്രേക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ വെച്ച് പേജ് ബ്രേക്കായി അടുത്തൊരു പേജിലാണ് പ്രിന്റ് ഔട്ട് വേണ്ടതെങ്കിൽ ഇവിടെ കാണുന്ന ഇൻസേർട്ട് പേജ് ബ്രേക്ക് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സെല്ലിന്റെ പൊസിഷൻ അനുസരിച്ച് പേജ് ബ്രേക്ക് ആയിരിക്കുന്നതായി കാണാം. അതായത് ഇത്രയും ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഫോർത്ത് പേജ് എന്നായി ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. നമുക്ക് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റിമൂവ് പേജ് ബ്രേക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പേജ് ബ്രേക്ക് റിമൂവ് ആവുന്നതായിരിക്കും. റീസെറ്റ് ഓൾ പേജ് ബ്രേക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എല്ലാ പേജ് ബ്രേക്കും ഡീഫോൾട്ട് ആയി അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയി സെറ്റ് ചെയ്യണമെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഇൻസേർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ സെലക്ടഡ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയി സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. ഇവിടെ ടെക്സ്റ്റ് ഇതിന് മുകളിലായി പ്ലേസ്ഡ് ആണ്. ഇമേജസ് ഇതിന് പുറകിലും ആയി പ്ലേസ്ഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും ഡിലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന ഓപ്ഷനാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇത് റിമൂവ് ചെയ്യുന്നതിന് ഒരു തവണ ഇതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രിന്റ് ടൈറ്റിൽസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഒരു പെർട്ടിക്കുലർ റോ അല്ലെങ്കിൽ കോളം റിപ്പീറ്റഡ് ആയി എല്ലാ പേജിലും വരുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് റിപ്പീറ്റഡ് ആയി എല്ലാ പേജിലും വേണമെങ്കിൽ ഈ കാണുന്ന പ്രിന്റ് ടൈറ്റിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേജ് സെറ്റപ്പ് എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ നിങ്ങൾക്ക് പേജിന്റെ ഡയമെൻഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മുൻപ് കണ്ട അതേ ഓപ്ഷൻസ് ആണ് ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് പേപ്പർ സൈസ്, പ്രിന്റ് ക്വാളിറ്റി ഇവിടെ മാക്സിമം 300 dpi ഇടുന്നതായിരിക്കും നല്ലത്. മാർജിൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ടോപ്പ് മാർജിൻ, ഹെഡർ, റൈറ്റ്, ഫുട്ടർ, ബോട്ടം, ലെഫ്റ്റ് എന്നീ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഹെഡർ ആൻഡ് ഫുട്ടർ സെക്ഷൻ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേജ് നമ്പറോട് കൂടി പേജ് നമ്പർ 1 of 1, ഷീറ്റ് 1 എന്നീ ഓപ്ഷൻസ് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ഫുട്ടർ ഇതേപോലെ ചൂസ് ചെയ്യാം. ഇവിടെ ഷീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പ്രിന്റ് ഏരിയ ചൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം പ്രിന്റ് ടൈറ്റിൽസ് എന്ന സെക്ഷനിൽ റോസ് ഏതൊക്കെയാണ് ഇവിടെ റിപ്പീറ്റ് ആവേണ്ടത് അത് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ 2 റോ ആണ് റിപ്പീറ്റഡ് ആവേണ്ടതെങ്കിൽ ഈ 2 റോസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കോളംസ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ ഗ്രിഡ് ലൈൻസ് വരണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാണ് നിങ്ങളുടെ പ്രിന്റ് ഔട്ട് വേണ്ടതെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡ്രാഫ്റ്റ് ക്വാളിറ്റിയിലാണ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. റോ ആൻഡ് കോളം ഹെഡിങ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കമന്റ്സ്, സെൽ എറേഴ്സ് ഇവയെല്ലാം ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടയോ എന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. പേജ് ഓർഡർ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് മുകളിൽ നിന്ന് താഴോട്ട് പോയതിനു ശേഷം അടുത്ത സെക്ഷൻ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും പോകുക. ഇവിടെ ഓവർ ദെൻ ഡൗൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റ് പേജ്, അതിനുശേഷം തേർഡ് പേജ്, സെക്കൻഡ് പേജ്, ഫോർത്ത് പേജ് എന്നീ ഓർഡറിലായിരിക്കും പ്രിന്റ് ഔട്ട് ലഭിക്കുക. ഡയറക്റ്റ് ആയി പ്രിന്റ് നൽകുന്നതിന് പ്രിന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം.
പ്രിന്റ് പ്രിവ്യൂ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ പ്രിന്റിന്റെ ഏകദേശം ഒരു പ്രിവ്യൂ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് തിരികെ ഹോം ടാബിലോട്ട് പോകാം. നമുക്ക് വീണ്ടും പേജ് ലേഔട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ അടുത്ത സെക്ഷൻ ആണ് സ്കെയിൽ ടു ഫിറ്റ്. നമ്മൾ നേരത്തെ കണ്ട രീതിയിൽ ഡോക്യുമെന്റിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം തന്നെ സ്കെയിൽ ചെയ്ത് ഓട്ടോമാറ്റിക്കലി പ്രിന്റിന് വേണ്ടി ഫിറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് സ്കെയിൽ ടു ഫിറ്റ്. ഇവിടെ വിത്ത് ഓട്ടോമാറ്റിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡോക്യുമെന്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പേജിൽ തന്നെ പ്രിന്റ് ഔട്ട് ആവുന്ന രീതിയിലായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യപ്പെടുക. ഇവിടെ 1 പേജ് 2 പേജ് എന്നീ ഓപ്ഷൻസിൽ നിന്നും ഏതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഹൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് കസ്റ്റമൈസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്കെയിൽ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേജ് സ്കെയിൽ ചെയ്യുവാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. നമ്മൾ കൂടുതൽ സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ടന്റ് ഒരൊറ്റ പേജിൽ വരുന്നത് കുറവായിരിക്കും. അതായത് 165% സ്കെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജിൽ ഇത്രയും കണ്ടന്റ് ആയിരിക്കും പ്രിന്റ് ഔട്ട് ആയി വരിക. രണ്ടാമത്തെ പേജിൽ ഈ ഒരു സെക്ഷൻ സൂം ഔട്ട് ചെയ്യുന്തോറും ഒറ്റ പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റ്സ് കൂടുന്നതായി കാണാം. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നമ്മൾ സൂം ഇൻ ഓപ്ഷൻ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്കെയിൽ വാല്യൂ നൽകി പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. ഇവിടെ ഷീറ്റ് ഓപ്ഷൻസിൽ നിങ്ങളുടെ ഗ്രിഡ് ലൈൻസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രിഡ് ലൈൻസ് റിമൂവ്ഡ് ആയിരിക്കും. പ്രിന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതേപോലെയുള്ള പ്രിന്റ് ലൈൻസ് നമ്മുടെ ഡോക്യുമെന്റിൽ കാണുവാൻ സാധിക്കും. ഹെഡിങ്സ് വ്യൂ ചെയ്യുന്നതിന് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. പ്രിന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എങ്ങനെയാണോ നിങ്ങളുടെ പ്രിന്റിന് ഈ പെർട്ടിക്കുലർ ഡോക്യുമെന്റ് ഡിസ്പ്ലേ ആവുന്നത് അത് കാണാവുന്നതാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത അറേഞ്ച് ഓപ്ഷൻസ് ഇവിടെ പ്ലേസ്ഡ് ആയിരിക്കുന്നതായി കാണാം. 2-3 ഇമേജസ് ഈ പെർട്ടിക്കുലർ ഡോക്യുമെന്റിൽ ഇൻസേർട്ടഡ് ആണെങ്കിൽ ഇമേജസിന്റെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന്റെയോ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ബ്രിങ് ഫോർവേഡ് അല്ലെങ്കിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. സെൻഡ് ബാക്ക്വേർഡ്, സെലക്ഷൻ പെയിൻ, അലൈൻ എന്നീ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇത്രയുമാണ് പേജ് ലേഔട്ടിന്റെ ഡീറ്റെയിൽ ഓപ്ഷൻസ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.